ഓക്കെ, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. സൈനിൻ്റെ വാല്യൂസ് മാത്രം പഠിച്ചു വയ്ക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. ബാക്കി നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. നോക്കാം. സൈൻ 0 എത്രയാണ്? സൈൻ 0 ഡിഗ്രി 0. സൈൻ 30 ഡിഗ്രി എത്രയാണ്? 1/2. ഇനി സൈൻ 45 ഡിഗ്രി എത്രയാണ്? 1/√2. സൈൻ 60 ഡിഗ്രി എത്രയാണ്? √3/2. ആൻഡ് സൈൻ 90 ഡിഗ്രി 1. നിങ്ങൾ ഇത് മാത്രം ബൈ ഹാർട്ട് ചെയ്താൽ മതി, ബാക്കി മൊത്തം നമുക്ക് ഫൈൻഡ് ചെയ്യാം. കോസിൻ്റെ വാല്യൂസ് അറിയാനായിട്ട് ഈ സാധനമില്ലേ, ഈ സാധനം നേരെ ഇങ്ങോട്ടേക്ക് റിവേഴ്സ് എഴുതുക. അതായത് ഈ ഓർഡറിൽ എഴുതിയത് റിവേഴ്സ് എഴുതി ഇങ്ങോട്ടേക്ക് എഴുതുക. അതായത് 1√3/2, 1/2 ഇതിവിടെ വരും, 1/√2 ഇത് ഇവിടെ 1/2 ആൻഡ് 0. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഈ ഓർഡറിൽ എഴുതി, ഇങ്ങോട്ടേക്ക് എഴുതി, നേരെ റിവേഴ്സ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എഴുതുക. കോസിൻ്റെ വാല്യൂസായി. ഇനി ടാനിൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ 0 കണ്ടുപിടിക്കാനായിട്ട് സൈൻ 0നെ കോസ് 0 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 0/1 എന്താണ്? 0. അപ്പോൾ അടുത്തത് ടാൻ 30 ഡിഗ്രി. ടാൻ 30 എന്താണ്? സൈൻ 30 ഡിഗ്രി ബൈ കോസ് 30 ഡിഗ്രി. അപ്പോൾ ഇതിനെ വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്താ സംഭവിക്കുക? 1/2 ഡിവൈഡ് ബൈ √3/2 എന്ത് വരും? ഈ 2 ക്യാൻസൽ ആവും, 1/√3. അതേപോലെ തന്നെ ഇത് ഡിവൈഡ് ചെയ്യുക. ഇത് രണ്ടും സെയിം അല്ലേ? സെയിം തമ്മിൽ ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കില്ലേ? 1/√2 1/√2. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പറാണ്, അപ്പോൾ 1 ആയിരിക്കും. ഇതെന്ത് പറ്റും? ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും, √3/1 വരും. /1 എഴുതണ്ട, √3 ആൻസർ. ഓക്കെ, ഇനി 90 ഡിഗ്രിയുടെ ഇവിടെയാണ് പ്രശ്നം. 1/0 എന്താണ്? 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. 1/0 നോട്ട് ഡിഫൈൻഡ്. എന്താ സംഭവം? ഞാൻ ഇതിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിവിഷൻ ബൈ 0. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. സൈൻ്റെ വാല്യൂസ് മാത്രം ബൈ ഹാർട്ട് ചെയ്യുക, കോസിൻ്റെ വാല്യൂസ് ഇട്ടാൽ റിവേഴ്സ് ചെയ്യുക, ടാൻ്റെ വാല്യൂസ് ഇട്ടാൽ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ.